ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു ബണ്ണാണ്. പാവിൽ വേവിച്ചിട്ട് എടുത്തിട്ടുള്ള ബാവ് ബണ്ണിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ സ്പെഷ്യൽ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ബണ്ണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ ബണ്ണിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ഗാർലിക്ക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ സ്പൈസി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ കുമിൻ സീഡ് ക്രഷ് ചെയ്തത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് ചിക്കനിലൊക്കെ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതവിടെ മാറ്റി വെക്കുക. അപ്പോൾ ഇതിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാലിൻ്റെ മിക്സൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇളം ചൂട് വെള്ളം 1/2 കപ്പ് ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് ഇളം ചൂട് പാലും ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് 4 ടേബിൾ സ്പൂണ് ഓയിലും സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും വെജിറ്റബിൾസ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാലും വെള്ളം ഓയിലൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലാണ് നമുക്ക് മാവ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരു ബൗളിലോട്ട് 2.5 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂണ് ഷുഗർ, പിന്നെ കുറച്ച് ഉപ്പ് 1/2 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈസ്റ്റും ഷുഗറും ബേക്കിംഗ് പൗഡറും ഉപ്പും ഒക്കെ നല്ലോണം മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ പാലിൻ്റെ മിക്സ് മാവിലോട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ചപ്പാത്തിൻ്റെ മാവിനെക്കാട്ടും കുറച്ച് ലൂസിൽ വേണം അത് കുഴച്ചിട്ട് എടുക്കാനായിട്ട്. കംപ്ലീറ്റ് പാലിൻ്റെ മിക്സും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് പാൽ മിക്സും ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മൂത്ത് ഡോ ആക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ ഞാൻ മാവ് നല്ലോണം കുഴച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ബോളാക്കിയിട്ട് നമ്മൾ പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇത് 2 മണിക്കൂർ നമുക്ക് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒരു പാനിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കനൊന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനിലെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ, അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ചിക്കനൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പും എരിവിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചിക്കൻ നല്ലോണം ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുക. ഈ വെള്ളം ഒന്ന് വറ്റി വരും വേണം, അതുവരെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 സവാള ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. കുരുക്കെ കളഞ്ഞിട്ടുള്ള ഒരു ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടെടുക്കണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടണം. ഇപ്പോൾ ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കൊക്കെ വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബാർബിക്യൂ സോസ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് ചില്ലി ടൊമാറ്റോ സോസാണ്. അപ്പോൾ ചില്ലി സോസ് ടൊമാറ്റോ സോസ് സെപ്പറേറ്റ് ആണ്, അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഞാൻ ഒന്നിച്ചുള്ള ഫ്ലേവർ ഉള്ളതുകൊണ്ട് അത് ഞാൻ ചേർത്ത് കൊടുത്തതാണ്. പിന്നെ 1 ടീസ്പൂണ് ഡാർക്ക് സോയ സോസും ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സോസൊക്കെ ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബണ്ണിൽ സ്പ്രെഡ് ചെയ്യാനുള്ള മയോണൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് തണുത്ത പാല് ചേർത്ത് കൊടുക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള തണുത്ത പാലാണ് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലൊട്ടും വെള്ളം ഉണ്ടാവരുത്. ഇതിലോട്ട് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക, സൺഫ്ലവർ ഓയിൽ. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂണ് പാപ്രിക്ക പൗഡർ. ഇതില്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഷുഗർ 1 ടീസ്പൂണ്, പിന്നെ ഒരു 3 ചെറിയ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1 ടേബിൾ സ്പൂണ് വിനാഗിരി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ടോ. ഇനി ഇതൊന്ന് 1 മിനിറ്റ് നമുക്ക് ഹൈ സ്പീഡിൽ ഒന്ന് അടിച്ചിട്ടെടുക്കാം. ആദ്യം ഒരു 30 സെക്കൻഡ് നമുക്ക് അടിച്ച് നോക്കാം. അതിൽ നല്ല ക്രീമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു 30 സെക്കൻഡും കൂടി നമുക്ക് ഹൈ സ്പീഡിലിട്ടൊന്ന് അടിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ള മയോണൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെ ബണ്ണാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്, ഡബിളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മെല്ലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ ഈ മാവിൽ നിന്ന് പകുതി ആദ്യം എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ഒറ്റയടിക്ക് പരത്താൻ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്തിട്ട് വലുതാക്കിയിട്ട് പരത്തിയാലും മതി. അപ്പോൾ ഞാനിവിടെ 2 പോർഷൻ ആക്കിയിട്ടാണ് പരത്തിയിട്ടെടുക്കുന്നത്. അപ്പോൾ കുറച്ച് മൈദമാവ് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയിട്ടെടുക്കുക. അപ്പോൾ അധികം തിന്നാക്കാതെ ഈ ഒരു തിക്നെസ്സിൽ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കൊരു കട്ടർ കൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ജാറിൻ്റെ മൂടിയാണ് എടുത്തത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന മാവൊക്കെ നമുക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ പരത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് നമുക്ക് അടുത്തവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബണ്ണ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. അധികം പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതി. എന്നിട്ട് റോളിംഗ് പിൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ തട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അധികം ഫോഴ്സിൽ പരത്തരുത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ഇതേപോലെ പരത്തിയിട്ട് ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതൊന്ന് പൊങ്ങി വരും. എന്നിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയിട്ട് എടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ആവി കയറ്റിയിട്ടെടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ ബാച്ച് കുറച്ച് പൊങ്ങി വരുമല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ച ആദ്യത്തെ. അപ്പോൾ അത് ആദ്യം സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റീമറിൽ വെള്ളം നല്ല തളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ടൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇതിലോട്ട് വെച്ചിട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വെക്കണം കേട്ടോ. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സ്റ്റീമറിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടൊരു 12 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ ബണ്ണ് റെഡി ആയി കിട്ടും. ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 12 മിനിറ്റ് കൊണ്ട് തന്നെ ബണ്ണ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബണ്ണൊക്കെ അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒട്ടിയൊന്നും പിടിക്കില്ല കൈമൽ. അപ്പോൾ ഇതുപോലെ എല്ലാ ബണ്ണും ആക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ബണ്ണ് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ബാക്കി മാവൊക്കെ ആക്കിയെടുക്കുക. അപ്പോൾ ഒരു 16 ബണ്ണ് നമുക്ക് ഈ മാവിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് നമ്മൾ ബണ്ണ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആയി കിട്ടുക. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ എടുത്താൽ മതി കേട്ടോ. ഓവറായിട്ട് തിക്കാവുമ്പോൾ ഒരു അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കൊരു തിക്കാണ് ഇഷ്ടമായത്. അപ്പം ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മയോണൈസ് ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് മയോണൈസും ഇതിന് മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കെച്ചപ്പ് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇതിന് മുകളിൽ കെച്ചപ്പും ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ കംപ്ലീറ്റ് ബണ്ണ് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, നല്ല ടേസ്റ്റുള്ളൊരു ബണ്ണിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായമൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.